ഷീളോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എന്നോട് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ഏരിയ രണ്ട് കപ്പ മെരുണ്ട്. ഇത് ഞാൻ പുല്ല് പറിച്ച് വൃത്തിയാക്കി. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ലേശം വളവും ഇതും കൊടുക്കാൻ കുറച്ച് കാട്, മുറ്റത്തെ പുല്ല് പറിച്ച കാടായത് ഇത് അടിയിൽ വാരിയിട്ട് കൊടുക്കട്ടെ. എന്നാൽ മാത്രമേ അവർക്ക് തിന്നാൻ വളം ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഇത് വാരിയിട്ട് കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പോട്ടി മിശ്രിതവും അല്ല കമ്പോസ്റ്റ് വളവും ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാമല്ലോ. എന്നാലും നല്ലോണം കേങ്ങ് കീലും. ഇനിയിപ്പോൾ നിറച്ചും വേണം. എന്നാൽ മാത്രമേ ഇപ്പോൾ ഒരുക്കി ഇട്ടാൽ പോരാ, രണ്ടോട്ടം കൊടുക്കണം. ഇപ്പോൾ ഒരുക്കി ഇട്ട് കൊടുത്താൽ പോരാ. ഇതിപ്പോൾ ഒറ്റ കേങ്ങ് മാത്രമേ നിൽക്കണ വെച്ചാൽ ഇതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ എന്താ ഇതുപോലെ നിറച്ച് നല്ല ചുറ്റും നിറച്ച് ഇനിയിപ്പോൾ ഒരിക്കും കൂടി നമ്മൾ കൊടുക്കണം. ഇപ്പം കൊടുത്തതിനെ കൊണ്ട് മാത്രം പോരാ, കുറച്ചും കൂടി വളരുമ്പം നമ്മൾ കുറച്ചും കൂടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇനി കുറച്ച് സീമക്കൊന്നയും കൂടിയാണ് കൊടുക്കുന്നത്. കണ്ട, ഈ സീമക്കൊന്ന എല്ലാത്തിനും ഞാൻ നിർബന്ധമായിട്ടും കൊടുക്കും. അതെനിക്ക് അത്രയും നിർബന്ധമാണ്. എന്താ വെച്ചാൽ ഈ സീമക്കൊന്ന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പച്ചച്ചാണകത്തിന് സമാണ് സീമക്കൊന്ന. ചാണകം ഇപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട് ചാണകമെല്ലാം പൈസ കൊടുത്തുകൊണ്ടാണ് സീമക്കൊന്ന അത്യാവശ്യമാണ്. അതിനാണ് ഈ സീമക്കൊന്നയും ചാരവും ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല വളമായിട്ട് വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സീമക്കൊന്നയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ സീമക്കൊന്നയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ. കണ്ടല്ലോ? ഈ സീമക്കൊന്നയും കൂടി ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ പോട്ടി മിശ്രിതവും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇതിപ്പോൾ പോട്ടി മിശ്രിതവും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇത് പോട്ടി മിശ്രിതമല്ല, ഇത് കമ്പോസ്റ്റ് വളമാണ്. ഇത് കണ്ടില്ലേ? ഇത് വളം. ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ഇവർ ഓടി 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 വരാനാണ്. ഇപ്പം കണ്ടില്ലേ? ഇത് കണ്ടല്ലോ? ഇതേപോലെ ഓടി ഓടി വന്നെങ്കിൽ മാത്രമേ നല്ലോണം ഓടി വരണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇതിന് മണ്ണും വളവും എല്ലാം ചുറ്റും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്കേ നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരുന്നാൽ അവർക്ക് നല്ലപോലെ കിഴങ്ങ് കീയാനും വണ്ണം വെക്കാനും വേര് താഴോട്ട് ഓടി പോകാനും എല്ലാം നല്ലൊരു ഇതായിട്ട് വരും. ഇത് കണ്ടല്ലോ? ഇതേപോലെ ഞാനിപ്പോൾ ഒന്നിനിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ മറ്റേതും കൂടി ഇട്ട് കൊടുക്കണം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നിനിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ മീനും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇത് ഞാൻ എടുത്തോട്ട് വെച്ചിട്ടുള്ളു. ഇതിപ്പോൾ ഇതാണ് ഇനി ഇതിനകത്ത് കൊടുക്കണ്ടേ. ഇതിനും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇത് കണ്ടല്ലോ? ഇത് നല്ലപോലെ ഇത് ഞാൻ മുറ്റത്തെ പുല്ല് പറിച്ചിട്ട് എൻ്റെ മുറ്റത്തുള്ള പുല്ല് പറിച്ചിട്ട് വെച്ച കാടാണ്. മൊത്തങ്ങയുടെ നല്ല വളമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കാട് ഒരു പൊടി കളയാതെ മുറ്റത്ത് പറിച്ച കാട് ഒറ്റപ്പൊടി ഞാൻ കളയാണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പച്ചക്കറിക്ക് കൊടുക്കാനായിട്ട് സൂക്ഷിച്ച് വെക്കല. അതെന്ന് വെച്ചാൽ ഇത് നല്ലൊരു വളമാണ്. ഇങ്ങനെയുള്ള തോലും വളമൊന്നും കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും. ഞാൻ ഇപ്പോൾ കരിയിലുണ്ട്, ഇഷ്ടംപോലെ കരിയിലുണ്ട്. പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. മഴയായതുകൊണ്ട് പോയിട്ട് വാരിക്കൊണ്ടുവരാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ മുറ്റത്തെ പുല്ലിനെ കൊണ്ട് നെയ്യത്തേന് നമുക്ക് നല്ലപോലെ കരിയില നിറച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കണ്ടല്ലതാ ഇതേപോലെ ഒരുപാട് നിറച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് കഴിയുമ്പോഴേക്കും നല്ലോണം അമിയും ആദ്യം. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ആദ്യം ഒന്നും കൂടി കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ? ഇതുപോലെ ഉണ്ടല്ലോ? ഇതേപോലെ ഇനിയിപ്പോൾ ആ സീമക്കൊന്നയും കൂടി ഇട്ട് കൊടുക്കട്ടെ. സീമക്കൊന്നയും ഞാൻ സീമക്കൊന്ന കൊടുക്കാതെ ചരിത്രമില്ല. അതുകൊണ്ട് സീമക്കൊന്ന ഈ കപ്പ നല്ല ഉഷാറായിട്ട് വരും. എന്നോട് ഈ കപ്പ നടുമ്പോൾ ആള് പറഞ്ഞു ഈ കപ്പക്ക് പണിയെടുക്കുന്ന കൂടി കാണിച്ചു തരണേന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. അല്ലെങ്കിലും ഞാൻ എന്ത് സംഗതി നടുന്നുണ്ടെങ്കിൽ പണിയെടുക്കുന്നതെന്നും കാണിച്ചു തരും. എന്നാലല്ലേ എങ്ങനെയാണ് വിളവെടുക്കുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നത്. നിങ്ങൾ വെറുതെ നട്ടിട്ട് വിളവ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് തൃപ്പര വിളവ് കിട്ടുമോ നിങ്ങൾ ചോദിക്കൂലേ? അതുകൊണ്ടാണ് എല്ലാ പണിയും എടുക്കുമ്പം തന്നെ എല്ലാ പണിയും ഞാൻ കാണിച്ചു തരുന്നത്. ഇതിന് കൊടുക്കുന്ന വളങ്ങളും ഇതിന് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം കണ്ടല്ലോ? ഇതേപോലെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കേ കൊടുത്തുകൊണ്ടിരുന്നാൽ അവർക്ക് ഈ ചാക്കിൽ കിട്ടുന്ന ആയതുകൊണ്ട് പുറത്തുനിന്നാണെങ്കിൽ അവർ വേര് വലിച്ചിട്ട് അവരെ പുറത്തുനിന്ന് വലിച്ചെടുക്കും. നമ്മൾ ഒരിക്കൽ രണ്ടോട്ടോ കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവർക്ക് ഇതൊന്നും പോരാ, ഇത് നല്ലപോലെ കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ഈ സീമക്കൊന്നയെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കൊത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ആദ്യം നമുക്ക് കൊടുക്കേണ്ട ജോലി അതിൽ നിന്ന് കിട്ടും. അവർ തേർത്ത് വരും, വേനൽക്കാലമായാലും ശരി വർഷകാലമായാലും ശരി. അതുകൊണ്ട് അതാണ്
എനിക്ക് സീമക്കൊന്നൊക്കെ വിഷമില്ല. അത് കുറച്ച് സീമക്കൊന്നി ഉണ്ടായാൽ ഇഷ്ടം പോലെ തോലായി. ഒരാൾ മനസ്സിലാണ്ട് നമുക്ക് തോലാവും. കണ്ടില്ലേ? ഇതുപോലെ ഞാനിത് കൂടെ കൊടുത്തു. ഇനിയിപ്പോൾ ഇത് കൂടി ഞാൻ വാരിയിട്ട് കൊടുക്കട്ടെ. ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ ഇതേപോലെ ചുറ്റും വാരിയിട്ട് കൊടുത്ത് ആ കപ്പേൻ്റെ ചോട് മുങ്ങറ്, ആ ചോട് പുറത്ത് തന്നെ വേണേ, അതിൻ്റെ വേര് വരുന്ന അത് മുക്കാനായിട്ടില്ല. കണ്ടല്ലേ? ഇതേപോലെ ഇട്ട് കൊടുക്കട്ടെ. കമ്പോസ്റ്റ് വളമാണിത്. ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ്. ഇവിടുന്ന് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ്. അതുകൊണ്ട് അതാണ് ഈ വളം. കണ്ടില്ലേ? അതിൻ്റെ കളറ് കണ്ട? ഞാൻ എല്ലാം ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും വെച്ചാൽ ഇടയ്ക്കിടയ്ക്കേ തോലും പുല്ലും കാടും എല്ലാം വയക്കി ഇട്ട് കൊടുത്തിട്ട് നല്ല കമ്പോസ്റ്റ് ആയിരിക്കും എൻ്റെ കമ്പോസ്റ്റ് വളം. ഓരോരാൾ ചോദിക്കും കമ്പോസ്റ്റ് വളം എന്ന് പറയും. എൻ്റെ കമ്പോസ്റ്റിന് എനിക്ക് നല്ല സുഖമായിട്ടുള്ള കമ്പോസ്റ്റ് വളമാണ്. കണ്ടില്ലേ? ഇപ്പം കണ്ടില്ലേ? ഇതേപോലെ അത് ഞാനിപ്പോൾ രണ്ടെണ്ണത്തിന് ഒറ്റ ചാക്കിൽ അതൊന്നേ ഉള്ളൂ. വെറൈറ്റി ഒന്നല്ല, സാധാരണ നമ്മൾ നടുന്ന പോലെയുള്ള ഒരു ചാക്കിൽ മാത്രം നിർത്തി. അല്ല, ഇനിയിപ്പം നിങ്ങളെ ഞാനത് കാണിച്ചു തരാമല്ലോ. നമുക്ക് വേഗം വിചാരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സാവധാനമായിട്ട് കണ്ടാ എൻ്റെ കപ്പ കണ്ടാ? ഇത് കണ്ടില്ലേ? ഇപ്പം ആ കൊള്ളി നടുമ്പോൾ എന്നോട് പറഞ്ഞത് നട്ടിട്ടാൻ പോരാ, കാണിച്ചു തരുമ്പോൾ വേണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പം കാണിച്ചത്. ഇനിയിപ്പോൾ ഒത്തിരിയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ ചെയ്ത് കൊടുക്കുക, എല്ലാവരും കാണുക. നിങ്ങളെ ഈ ഒറ്റ ഒരു ഇത് കൊണ്ടാണ് ഞാനിതിങ്ങനെ കഷ്ടപ്പെട്ടിട്ടിങ്ങനെ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്കും കൂടി കൃഷി ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇതെല്ലാം എൻ്റെ കൃഷികളാണ്, കാണുന്നില്ലേ നിങ്ങളെല്ലാം? ഞാൻ പല സൈസിലെ കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇനിയെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ കൂടി. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ. ഓക്കെ, ബൈ.